वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECTKP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECTKP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി. ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത്. പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല. മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ്. ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. ജൂലൈ മാസം 1-ാം തീയതി ഇടവ രാശിയിൽ ശുക്രനും, മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും, കർക്കിടക രാശിയിൽ ബുധനും, ചിങ്ങത്തിൽ കുജൻ, ചന്ദ്രൻ, കേതു എന്നീ ഗ്രഹങ്ങളും, കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള 2.25 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. ചിങ്ങൻ രാശിയിലുള്ള മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ കേതുദശ, ശുക്രദശ, സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ സൂര്യൻ്റെ ലാഭസ്ഥാനസ്ഥിതിയും വ്യയഭാവസ്ഥിതിയും കൊണ്ട് മാസ ആരംഭത്തിൽ എല്ലാ കാര്യത്തിലും വളരെയധികം സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയും. നേതൃത്വം വഹിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും. കൃത്യനിഷ്ഠയൊക്കെ പാലിക്കും. ഭരണനിർവഹണ ശേഷി ഉണ്ടാകും. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിച്ച് തൻ്റെ കഴിവൊക്കെ തെളിയിക്കും. അതുവഴി ലാഭനേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും. എവിടെ ചെന്നാലും ഇവർക്കായിട്ടൊരു സ്ഥാനമൊക്കെ ഉണ്ടാകും. സർക്കാർ സംബന്ധിച്ച പരിപാടികളിലൊക്കെ പങ്കെടുക്കും. സർക്കാരിൻ്റെയോ സർക്കാരിന് തുല്യമായ സൊസൈറ്റികളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യും. ഏതെങ്കിലും സംഘങ്ങൾക്കൊക്കെ മുഖ്യ ചുമതലകൾ വഹിക്കേണ്ടതായിട്ടും വരും. മറ്റുള്ളവർ അതിനെ ഒരേ മനസ്സോടുകൂടി അംഗീകരിക്കുകയും ഒക്കെ ചെയ്യും. സ്നേഹിതരുടെ കൂട്ടത്തിലും ജാതകന് പ്രഥമ സ്ഥാനമൊക്കെ ലഭിക്കും. ഇവർ പറയുന്നത് എന്തും സ്നേഹിതർ അനുസരിക്കുകയും ചെയ്യും. മാസമധ്യത്തിന് ശേഷം വലിയ അളവിൽ രഹസ്യമായി സ്വത്ത് ചേർക്കാനുള്ള യോഗം കൂടി കാണുന്നു. പിന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില നഷ്ടങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട്. പിതാവുമായി തർക്കമുണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് വിരോധവും മനപ്രയാസവുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചില അപമാനങ്ങളെ നേരിടേണ്ടതായിട്ടുള്ള യോഗവും കൂടി കാണുന്നു. ഏത് കാര്യവും കൈകാര്യം ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിക്കണം. തൻ്റെ മേലധികാരികളോട് വിരോധമായ ചിന്തയുണ്ടാകും. ഫൈനാൻസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ്. കടമൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് കൊടുത്ത കടം തിരിച്ചു കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നു. ഏതൊരു പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ പെട്ടെന്ന് തന്നെ വിജയിക്കണമെന്ന ചിന്ത വളരെ കൂടുതലായി കാണപ്പെടും. മനോധൈര്യം വർദ്ധിക്കും. കഠിനമായ അധ്വാനത്തിനാൽ വലിയ വലിയ പ്രവൃത്തികളെയൊക്കെ വളരെ സാധാരണ നിലയിലൊക്കെ ചെയ്ത് വിജയിപ്പിക്കും. സുഖജീവിതത്തിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കുകയില്ല. ഇവർ എല്ലാവരെയും ഭരിക്കാൻ ശ്രമിക്കും. എന്നാൽ ഇവരെ ഭരിക്കാൻ ആരെയും അനുവദിക്കുകയില്ല. മുഖത്ത് എപ്പോഴും ഗൗരവം നിഴലിക്കും. ആരോടും അത്ര പെട്ടെന്ന് ചിരിച്ചു സംസാരിക്കുന്ന സ്വഭാവം വളരെ കുറവായി കാണപ്പെടും. ഇവരുമായി ബന്ധപ്പെട്ടവർ ഇവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അന്യനാട്ടിലുള്ള പഴക്കവഴക്കങ്ങളെ പിൻപറ്റാൻ കൂടുതലൊക്കെ ഇഷ്ടപ്പെടും. സമൂഹത്തിലുള്ളവർ തന്നെ
ശ്രദ്ധിക്കണമെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കും. ഇവരുടെ ജീവിത രീതി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുവാൻ ശ്രമിക്കും. വയസ്സിൽ മുതിർന്നവരോടൊക്കെ കൂടുതൽ ഇഷ്ടവും ബഹുമാനവുമൊക്കെ കാണിക്കും. ഉയർന്ന ഗൗരവ പദവിയിൽ ഉള്ളവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കും. ചിന്തയും പ്രവൃത്തിയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ വിദ്യയ്ക്ക് നല്ലവണ്ണം പ്രോത്സാഹനം കൊടുക്കും. ആത്മീയ സംഘങ്ങളുടെ ഗൗരവ പദവികൾ വഹിക്കാനൊക്കെ കഴിയും. ഗുരുക്കന്മാരോട് കൂടുതൽ വിശ്വാസം കാണിക്കും. ശുഭകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ കഴിയും. എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാകും. ഏതൊരു പ്രവൃത്തിയെയും സാവധാനം ആലോചിച്ച് തീരുമാനങ്ങളെടുക്കാൻ കഷ്ടപ്പെടും. അടിക്കടി വയസ്സിൽ മൂത്തവരുമായി ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകും. തൊഴിലാളികളുമായി വാക്കുവാദവും അപമാനവും നേരിടേണ്ടതായിട്ടുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട്. ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. അന്യദേശവാസത്തിനുള്ള യോഗവും കാണുന്നു. സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവ് തീരെ കുറവായി കാണപ്പെടും. വിട്ടുകൊടുക്കുന്ന സ്വഭാവം തീരെ ഉണ്ടാവുകയില്ല. മാമൻ ബന്ധത്തിലുള്ളവരുമായിട്ടൊക്കെ വിരോധവും ഇഷ്ടക്കുറവുമൊക്കെ ഉണ്ടാകും. കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. യാത്ര പോവുകയാണെങ്കിൽ സുഖ സൗകര്യങ്ങളടങ്ങിയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കും. എവിടെ ചെന്നാലും തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യത്തിലും കൂട്ടുനിൽക്കുകയില്ല. കയ്യിലുള്ള ധനനില വർദ്ധിക്കും. ആഭരണങ്ങൾ അണിയാനൊക്കെ ഇഷ്ടപ്പെടും. വാസനദ്രവ്യങ്ങളോടും അലങ്കാര വസ്തുക്കളോടുമൊക്കെ പ്രിയമുണ്ടാകും. ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കും. ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമുണ്ടാകും. യോഗ, ധ്യാനം എന്നിവയൊക്കെ പഠിക്കുകയും പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യും. ചെറിയ പ്രവർത്തികളാണെങ്കിലും വിടാതെയുള്ള പരിശ്രമം കൊണ്ട് മേൽമപ്പെടുത്തിയെടുക്കും. തോൽവിയും ജയവും ഒരുപോലെ കാണുവാനുള്ളൊരു മനസ്സൊക്കെ കാണിക്കും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗങ്ങളൊക്കെ കാണുന്നു. വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകും. സ്വന്തമായ പരിശ്രമങ്ങളിൽ വിജയവും നേട്ടവും ഉണ്ടാകും. ക്രിയേറ്റിവിറ്റി അധികരിക്കും. കമ്മ്യൂണിക്കേഷൻ മൂലം ധനവരവുണ്ടാകും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനൊക്കെ കഴിയും. വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ജാതകൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല. കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, വാദസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. വിസർജന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. കടം കൊടുക്കൽ വാങ്ങൽ മൂലം ചില അപവാദത്തിനും വിരോധത്തിനുമുള്ള യോഗം കൂടി കാണുന്നു. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ്. ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും. വാക്ക് തർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെ ആരോഗ്യനില ഉത്തമം തന്നെയാണ്. പിതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. പിതാവ് നിമിത്തം ലാഭനേട്ടങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നു. സുഹൃത്തുക്കളും മൂത്ത സഹോദരങ്ങളും ഒക്കെ സഹായിക്കും. മരുമക്കൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട്. പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.